ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഇപ്പോൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈ ആലയത്തിൽ ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടെ ആരൊക്കെ ഇവിടെ ആയിരിക്കുന്നുവോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രത്യാശിച്ചാൽ ലഭിക്കും. ആമേൻ. പ്രാർത്ഥിച്ചാൽ തുറക്കും. ആമേൻ. കാരണം സർവശക്തൻ എന്നും നമ്മോടൊപ്പം. ആമേൻ. നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് അടയ്ക്കാം. ധാരാളം കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നവരാണ് നിങ്ങൾ. ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ നല്ലൊരു സന്തോഷമുണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനമൊന്ന് മാറിയിരുന്നെങ്കിൽ, എൻ്റെ രോഗമൊന്ന് സൗഖ്യപ്പെട്ടായിരുന്നെങ്കിൽ, ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു ബന്ധനത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിച്ചിരുന്നെങ്കിൽ, എനിക്കൊരു നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ സാമ്പത്തിക പ്രശ്നമൊന്ന് പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നവരാണ്. പ്രതീക്ഷിക്കുന്നവർ ആരൊക്കെയാണോ പ്രതീക്ഷയോടെ വചനം കേൾക്കുന്നത്, അവരുടെ പ്രതീക്ഷയ്ക്ക് പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ആമേൻ. നിങ്ങളുടെ സങ്കടകാലങ്ങൾ അവസാനിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, അവിടുന്ന് നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റും. ആമേൻ. നമ്മളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കുന്ന ഈ സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. കർത്താവേ, ഈ വചനത്തിന് വേണ്ടി ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ ഒരുക്കുന്നു. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇടപെടണമേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് മറുപടി തരണമേ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇടപെടണമേ. ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിലൂടെ അങ്ങ് എന്നോട് സംസാരിക്കണമേ. അങ്ങ് എന്നോട് സംസാരിക്കണമേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. ഈ വചനത്തിനായി എൻ്റെ ഹൃദയത്തെ ഞാൻ ഒരുക്കുന്നു. എൻ്റെ മനസ്സിനെ ഞാൻ ഒരുക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ ഒരുക്കുന്നു. എൻ്റെ ചിന്തകളെ, എൻ്റെ ആശയങ്ങളെ, എൻ്റെ എല്ലാ അവസ്ഥകളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യാശിച്ചാൽ ലഭിക്കും. ദൈവത്തിൻ്റെ അത്ഭുത ശക്തികൾ നമ്മളിൽ പ്രവർത്തിക്കുവാൻ ഇടവരും. ഈ നിമിഷങ്ങൾ എല്ലാവരും കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളും നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ഭയപ്പെടുത്തുന്ന വാർത്തകൾ, ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ, ഭയപ്പെടുത്തുന്ന കേൾവികൾ എല്ലാം നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്നും നമ്മൾ കേൾക്കുന്നത്, അറിയുന്നത്, ചിന്തിക്കുന്നതൊക്കെ. എന്താകും, എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഒരുപക്ഷെ നല്ലൊരു ജോലി എനിക്ക് ലഭിക്കണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരു നിമിഷം അങ്ങനെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ജോലിയുമായി ബന്ധപ്പെട്ട് ജോലിയുടെ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറുവാൻ, വിവിധ ഇനം പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവർ, വിവിധ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു തയ്യാറെടുക്കുന്നവർ, അതിൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുന്ന സമയം, അല്ലെങ്കിൽ അതിനുമായി നടക്കുന്ന എക്സാം നടക്കുന്ന സമയം, പ്രതീക്ഷയോടെ ചിലത് കാത്തിരിക്കുന്ന സമയം, ഈ നിമിഷങ്ങൾ അതെല്ലാം ഒന്നോർത്തേ.
ആ വിഷയത്തിൽ ദൈവം ഇന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്നത് നിങ്ങൾ അനുഭവിക്കും. ഇവിടെ വന്ന ഒരാളെ പോലും സ്വർഗത്തിലെ ദൈവം നിരാശയോടെ പറഞ്ഞു വിടില്ല, നിരാശയോടെ പറഞ്ഞു വിടില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇടപെടും. നിങ്ങളുടെ പ്രതിസന്ധികൾ യെശയ്യാ 45:2 വചനത്തിലൂടെ മാറിയിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അത്ഭുതകരമായി നൽകും. നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളെ സമർപ്പിക്കുക. ഒരു സമാധാനമില്ല. മക്കളുടെ ചിന്തകൾ, തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി അനുഭവിക്കുന്നവർ, തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാ വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ ആകെ വരിഞ്ഞു മുറുക്കി അനുഭവത്തിൽ കഴിയുന്നവരുണ്ട്. ഒരു തരത്തിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ഈ ദാരിദ്ര്യം മാറുന്നില്ല, ഈ സങ്കടകാലം മാറുന്നില്ല, ഈ തകർച്ചകൾ മാറുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ആ വിഷയത്തെ സമർപ്പിച്ചു നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ ദൈവനാമത്തിന്റെ വിടുതലുകൾ ഇന്ന് സംഭവിക്കും. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നത്, ആവശ്യപ്പെടുന്നത് സ്വർഗത്തിലെ ദൈവം മഹത്വപ്പെടുവാൻ ഞാനത് നിങ്ങൾക്കായി പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തു ചോദിച്ചാലും എന്തു യാചിച്ചാലും ഞാനത് ചെയ്തു തരും. സങ്കീർത്തനം 44:5 ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി മെതിക്കും. അങ്ങയുടെ നാമം വിളിച്ച് ഞങ്ങൾ ചവിട്ടി മെതിക്കും. ഇതാ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ അടിസ്ഥാന വചനങ്ങളോട് ചേർത്ത് നമ്മളുടെ സഭയിലെ എല്ലാ ആത്മീയ നേതൃത്വത്തോടും ചേർന്ന് നിന്നുകൊണ്ട് സകല പ്രാർത്ഥനാ നിയോഗങ്ങളും ചേർത്ത്, ഒരു രോഗസൗഖ്യമാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു അത്ഭുത വിടുതലാണോ നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത്? കുടുംബത്തിൽ ഒരു സമാധാനമാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ജോലിയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആ മേഖലകളിൽ ദൈവം അനുവദിക്കുന്ന, ദൈവം അയക്കുന്ന അത്ഭുത ശക്തി വ്യാപരിക്കും. ദൈവം ഇന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരും. ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളത് തരും. എനിക്ക് ആവശ്യമുള്ളത് തരും. ഈ വചനം സംഭവിക്കട്ടെ. ഈ വചനം അനുഭവമാകട്ടെ. ഈ വചനം ഒരു അനുഗ്രഹമാകട്ടെ. രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നമ്മളെല്ലാവരും ചേർന്ന് ഈ ഒരു ആത്മീയ ബന്ധത്തിൽ, ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. യേശുവേ ആരാധന. യേശുവേ മഹത്വം നൽകി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ച തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ച തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം. കർത്താവേ, ഞങ്ങളോട് ഇന്നങ്ങ് സംസാരിക്കുമെന്നും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നും ഞങ്ങളുടെ ആവശ്യങ്ങളെ നടത്തി തരുമെന്നും ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒരുക്കി അങ്ങയുടെ വചനത്തിനായി ഇവിടെ നിൽക്കുകയാണ്. ആമേൻ. ഈ നിൽക്കുന്ന ഞങ്ങളെ അങ്ങ് നിരാശനാക്കരുത്. ഞങ്ങളെ ഒരിക്കലും, ഞങ്ങൾക്കൊരു പടി കൂടെ വേദനയല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരു വിടുതലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരു അഭിഷേകമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ വരുന്നുണ്ട്. ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കുന്നുണ്ട്. ദൈവകൃപ നമ്മളിലേക്ക് ദൈവം അയക്കുന്നുണ്ട്. കർത്താവേ, എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഈ ആലയത്തെ അങ്ങ് ഏറ്റെടുത്ത് നടത്തുന്നതിന്, ഈ ആലയത്തിലെ ശുശ്രൂഷകളെ അങ്ങ് നയിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം എനിക്കും നിങ്ങൾക്കും മറ്റൊരവസരം കൂടി നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇത് കേവലം ഒരു ധ്യാന കേന്ദ്രമല്ല, ഒരു പ്രാർത്ഥിക്കുന്ന സ്ഥലം
എന്നതിനേക്കാൾ ഉപരി മോർ ദാൻ എ റിട്രീറ്റ് സെൻറ്റർ, ഇറ്റ് ഈസ് എ ഫാമിലി. പ്രാർത്ഥിക്കുന്നവരുടെ ഒരു കുടുംബമാണിത്. പ്രാർത്ഥിക്കുന്ന ഒരുപാട് വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. നിങ്ങളെ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിൽ ഒരാൾ ഒരു വചനം അയച്ചു തന്നു, ഒരു ബൈബിൾ വചനം അയച്ചു തന്നു. അത് വലിയ കളർഫുള്ളൊന്നും ആയിരുന്നില്ല, സാധാരണ ഒരു വചനം. ഞാൻ ആദ്യമായി കാണുന്ന ഒരു വചനമാണിത്. വചനം ഇതാണ്, യെശയ്യാ 66-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഞാനത് വായിക്കുകയാണ്. ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ സൃഷ്ടിക്കുന്ന ആകാശം, പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ മക്കളും സന്തതികളും അവരുടെ നാമവും എന്നേക്കും നിലനിൽക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാണ് വചനം. ഞാൻ ആ വചനം എൻ്റെ ഒരു സുഹൃത്തിന് അന്നേരം തന്നെ ഫോർവേഡ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് കണ്ടിട്ട് കൈകൂപ്പുന്ന കുറച്ച് ചിഹ്നങ്ങൾ അയച്ചു തന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, 1 കോടി രൂപ കിട്ടിയതിനേക്കാൾ സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ആ വചനം വായിച്ചിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഈ വചനം നിങ്ങൾക്ക് കേട്ടപ്പോൾ എന്താണ് ഇത്ര സന്തോഷമുണ്ടാകാൻ, 1 കോടി രൂപയേക്കാൾ സന്തോഷമായി എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, 2-3 ദിവസമായി ഞങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വീട്ടിൽ വലിയ പ്രതിസന്ധിയായിരുന്നു. ഞങ്ങളുടെ മകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു വിഷയത്തിൽ ആകെ തകർന്ന് ഞങ്ങൾക്ക് എന്തു ചെയ്യണമെന്നറിയാതെ ഇവിടുത്തെ ഭക്ഷണം വയ്ക്കുന്ന അടുക്കളയിൽ ഞങ്ങൾ ചോറോ ഭക്ഷണമോ ഒന്നും ഉണ്ടാക്കിയിട്ട് പോലുമില്ല. എന്താ വിഷയം എന്നോട് പറഞ്ഞില്ല. എന്തോ വലിയൊരു വിഷയത്തിൽ അവർ വിഷമിച്ചിരിക്കുമ്പോൾ കൃത്യം ആ വിഷയത്തിന് ഒരു ഉത്തരം എന്ന വണ്ണം ഒരു വചനം കൊടുക്കുവാണ്. വെറുതെ അയച്ചതാണ്, ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചില്ല. ആ പറഞ്ഞ വാക്ക് അന്നേരമാണ് ഇനി അർത്ഥം മനസ്സിലായത്. അവരുടെ മകളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസത്തിൻ്റെ മേൽ, പ്രതിസന്ധിയുടെ മേൽ, ഉത്കണ്ഠയുടെ മേൽ ദൈവം ഇടപെട്ട വചനമായിരുന്നു അത്. കേവലം ഫോണിലൊന്ന് ജസ്റ്റ് ഒരാൾക്ക് ഫോർവേഡ് ചെയ്തതേ ഉള്ളൂ. ആ വചനം ഒന്നും കൂടെ കേട്ടപ്പോൾ അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അയാൾ പറഞ്ഞപ്പോൾ എനിക്കത് കൊണ്ടു. ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ, നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികൾ, മക്കളും അവരുടെ നാമവും നിലനിൽക്കും. ആമേൻ. അവർ നഷ്ടപ്പെട്ടു പോവുകയോ നശിച്ചു പോകുകയോ ചെയ്യുകയില്ല എന്ന് ബൈബിൾ പറയുന്ന, എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, കർത്താവ് ഇത് അരുളി ചെയ്യുന്നു. അയാൾക്ക് ആ ഒരൊറ്റ വചനം മതിയായിരുന്നു അയാളുടെ മുഖമൊന്ന് സന്തോഷിക്കാൻ, അയാളുടെ വീട്ടിൽ ആ സമയത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറാൻ, ഭാരം മാറാൻ, നിരാശ മാറാൻ, അസ്വസ്ഥത മാറാൻ, ഇരുട്ട് മാറാൻ ആ ഒരൊറ്റ വചനം മതിയായിരുന്നു. ഈ വചനം നിങ്ങൾക്കും ഉള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മാതാപിതാക്കളാണ്, ഒരുപാട് പേര് മാതാപിതാക്കളാണ്. നിങ്ങളുടെ മക്കളെക്കുറിച്ച് ദൈവം പറഞ്ഞ വാക്കാണ്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പുതിയ ആകാശം പോലെ, പുതിയ ഭൂമി പോലെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മുമ്പിൽ നിലനിൽക്കും. അതൊരിക്കലും ഒരു വിഷമത്തിനോ നാണക്കേടിനോ കാരണമാകില്ല. അതെന്നോ ഒരു അനുഗ്രഹമായി നിലനിൽക്കും. അവരുടെ നാമവും നിലനിൽക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നിട്ടാണ് ഈ വചനം വായിച്ചിട്ട് അയാൾ സന്തോഷിച്ചിട്ട് പറഞ്ഞതാണ്, 1 കോടി രൂപ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് എന്തേരം സന്തോഷമായിരിക്കും. ഓ, വലിയൊരു കാര്യമായല്ലോ. അതിനേക്കാൾ സന്തോഷമായി ഈ യെശയ്യാ 66:22 വചനം
എനിക്ക് ഫോണിലൂടെ ഇത് വായിക്കാൻ കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഈ വചനത്തിലൂടെ ദൈവം എൻ്റെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തി. ഞാൻ സന്തോഷിക്കുന്നു. കൈകൂപ്പുന്ന കുറച്ച് ചിഹ്നങ്ങളും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇന്ന് നിങ്ങളിൽ സംഭവിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ ഒരു പ്രകാശം കണ്ടു. എവിടെ ഇരുന്ന ജനമാണ്? അന്ധകാരത്തിൽ, ഇരുട്ടത്തിരുന്ന ജനം വലിയൊരു വെളിച്ചം, ഒരു പ്രകാശം കണ്ടു. ബൈബിളിലെ ദൈവം ആദ്യം സൃഷ്ടിച്ചതെന്താണെന്നറിയാമോ? വെളിച്ചമാണ്. വെളിച്ചം ഉണ്ടാകട്ടെ. ആദ്യം സൃഷ്ടിച്ചത് വെളിച്ചത്തെയാണ്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്: ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. വെളിച്ചത്തിന് ഒത്തിരി ബന്ധമുണ്ട് ബൈബിളിൽ. ബൈബിൾ പറയുന്നു, അന്ധകാരത്തിലിരിക്കുന്നവർ, സാമ്പത്തികമായി അന്ധകാരത്തിലിരിക്കുന്നവരുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല, ഇരുട്ടത്തിരിക്കുകയാണ്. ആരോഗ്യപരമായി ഇരുട്ടത്തിരിക്കുന്നവരുണ്ട്. ചില ബന്ധങ്ങൾ തകർന്നു പോയതിൻ്റെ പേരിൽ ഇരുട്ടത്തിരിക്കുന്നവരുണ്ട്. നല്ലൊരു ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ ഇരുട്ടത്തിരിക്കുന്നവരുണ്ട്. നല്ലൊരു വീടില്ലാത്തതിൻ്റെ പേരിൽ ഇരുട്ടത്തിരിക്കുന്നവരുണ്ട്. ഇത്രയും പൈസ ബാങ്കിൽ അടയ്ക്കാനുണ്ട്, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, ഇരുട്ടത്തിരിക്കുന്നവരുണ്ട്. ആരോട് ചോദിക്കും? എവിടെ ചോദിക്കും? ആര് തരും? പൈസ കിട്ടുമോ? ശരിയാകുമോ? ബാങ്കിൽ അടയ്ക്കണ്ടേ? ജപ്തി നോട്ടീസ് വന്നിരിക്കുവാണല്ലോ. എന്താണാവോ എൻ്റെ ഇത്രയും മരുന്ന് കഴിച്ചിട്ട് ഈ രോഗമൊന്നും മാറാത്തത്? ഇരുട്ടത്തിരിക്കുന്ന പലരുമുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരൊക്കെയോ ജീവിതത്തിൻ്റെ ഏതോ ഇരുട്ടത്താണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അന്ധകാരത്തിൽ കഴിയുന്ന ജനം വലിയ ഒരു വെളിച്ചം കാണും. ഹല്ലേലൂയ. ഈ വെളിച്ചത്തിൻ്റെ വില ഒരുപക്ഷെ നമ്മൾ അറിയുന്നവരായിരിക്കും. വെളിച്ചത്തിൻ്റെ വില ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഇല്ലാതിരിക്കട്ടെ, അപ്പം അറിയാം ഈ വിളക്ക്, ഈ ലൈറ്റിൻ്റെ ഒക്കെ വില എന്നാന്ന്. 10 ദിവസം, ഒരു മാസം കറണ്ടേ ഇല്ല. നമ്മൾ അനുഭവിക്കുന്നൊരു ടെൻഷനുണ്ട്. സന്ധ്യയാകുമ്പോൾ തൊട്ട് കറണ്ടില്ലല്ലോ. എത്ര എന്തൊക്കെ ചെയ്താലും ആ വെളിച്ചം ഇല്ലാത്തൊരവസ്ഥ ഒരു ദുഃഖമാണ്. ഇനി വണ്ടി ഓടിക്കുന്ന ഒരാളോട് ചോദിക്കുക, വെളിച്ചത്തിൻ്റെ വില അറിയണമെങ്കിൽ. പകലൊക്കെ ആണെങ്കിൽ നല്ല സ്പീഡിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഇട്ട് വേഗത്തിൽ പോകും. രാത്രി 10 മണി 11 മണി 12 മണിക്ക് സമയത്ത് 60 കിലോമീറ്റർ 70 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു വാഹനത്തിൻ്റെ 2 ഹെഡ്ലൈറ്റും പെട്ടെന്ന് അങ്ങ് പോട്ടെ. 2 ലൈറ്റ് പെട്ടെന്ന് പോയി. 2 ലൈറ്റും എന്തോ കാരണത്താൽ പോയി. പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. പിന്നെ മെക്കാനിക്കിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതിൻ്റെമായി ബന്ധപ്പെട്ട ആളെ കൊണ്ടുവരണം. ഇരുട്ടത്ത് ഈ വണ്ടി ഓടത്തില്ല. വളരെ പതുക്കെ പോകാൻ തന്നെ നമുക്ക് പേടിയാ. എല്ലായിടത്തും ഇടിക്കുവോ, വഴി മാറിപ്പോകുമോ? നമ്മൾ ഇരുട്ടത്ത് ലൈറ്റ് ഇല്ലാതൊരു വാഹനം ഓടിക്കാൻ പറ്റില്ല. ഈ വെളിച്ചത്തിന് ഒത്തിരി ഗുണമുണ്ട്. ഈ വെളിച്ചം നിങ്ങൾക്ക് ദൈവം അനുവദിക്കുന്ന സമയമാണ്. ഈ വചനം കേൾക്കുന്ന സമയം. നിങ്ങളുടെ മനസ്സിൽ ദൈവവചനത്തിലൂടെ ദൈവം അനുവദിക്കുന്ന അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം എങ്ങോട്ട് തിരിയണം, എവിടെയാ വാതില്, എവിടെയാ ജനല്, എവിടെയാ ഇരിക്കേണ്ട സ്ഥലം ഒന്നും അറിയത്തില്ല. ഇരുട്ടാണ്. എങ്ങോട്ട് പോയാലും ചിലപ്പോൾ തട്ടി വീഴും, പരിക്കു പറ്റും, അപകടം പറ്റും, ഒന്നും കാണാൻ പറ്റുന്നില്ല. ദൈവം അനുവദിക്കുന്ന വെളിച്ചം നിങ്ങൾ കാണും. ആ വെളിച്ചം വരുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ ദൈവം ഒരുക്കിയ ജോലി നിങ്ങൾ കാണും. ആ വെളിച്ചത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാവി കാണും. ആ വെളിച്ചത്തിൽ നിങ്ങളുടെ ശുശ്രൂഷ കാണും. ആ വെളിച്ചത്തിൽ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ കാണും. നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾ കാണും. ആ വെളിച്ചമില്ലെങ്കിലോ അടുത്തുണ്ടെങ്കിലും കാണാൻ പറ്റില്ല. അടുത്തുണ്ടെങ്കിലും പലതും കാണാൻ പറ്റില്ല. വെളിച്ചത്തിന് ഒത്തിരി പങ്കുണ്ട്. വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയൊരു വെളിച്ചം കാണും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയം ദൈവം അനുവദിക്കുന്ന ആ വെളിച്ചം നിങ്ങളിലേക്ക് ദൈവം കൈമാറുന്ന സമയമാണ്. ആ വെളിച്ചം ഇങ്ങനെ കൈമാറും. ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. നിങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല.
എല്ലാ മുറികളും ഇരുട്ടാണ്. അടുക്കള ഇരുട്ട്, ബെഡ്റൂം ഇരുട്ട്, ഹാൾ ഇരുട്ട്, എല്ലാം ഇരുട്ടാണ്. വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? വെളിച്ചം ഉണ്ടാകാൻ ഒന്നെങ്കിൽ ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു തിരി കത്തിച്ചു കൊണ്ടുവന്ന് ഏത് മുറിയിലാണോ ഇരുട്ട് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ആ മുറിയിൽ വെളിച്ചം വരും. ആ ഇരുട്ട് പോയി. ഇനി എപ്പോഴാണോ ആ വിളക്ക് കെട്ടുപോകുന്നത് അപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ, അല്ല മൈന്യൂട്ട് സെക്കൻഡിനുള്ളിൽ ഇരുട്ട് കയറി ഭരിക്കുകയും ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതമാകുന്ന നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറ്റാൻ ചില വിളക്കുകൾ കത്തിച്ചു കൊണ്ടുപോകാൻ വന്നവരാണ്. നിങ്ങൾ അറിയുന്ന പലരുടെയും ജീവിതം ഇരുട്ടിലാണ്. നിങ്ങളുടെ തന്നെ വീട് ഇരുട്ടിലാണ്. എന്തു ചെയ്യണം, എന്തു പ്രാർത്ഥിക്കണം, എന്തു നേർച്ച നേരണം, എങ്ങനെയെന്നൊന്നും അറിയത്തില്ല. ദൈവവചനത്തിൻ്റെ വെളിച്ചം ഇവിടുന്ന് കത്തിച്ചു കൊണ്ടുപോയി നിങ്ങളുടെ ഭവനങ്ങളിൽ വയ്ക്കുക. അപ്പോൾ ആ ഇരുട്ട് മാറിക്കൊള്ളും. എന്നാണോ ഈ വെളിച്ചം കെട്ടുപോകുന്നത്, എന്നാണോ ഈ ബോധ്യം കെട്ടുപോകുന്നത്, അപ്പം തന്നെ പോയ ഇരുട്ട് സെക്കൻഡുകൾക്കുള്ളിൽ കയറി വരും. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കത്തിക്കുന്നത് ദൈവവചനത്തിൻ്റെ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഭവനത്തെ കൂടി പ്രകാശിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തെ വെളിച്ചമുള്ളതാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, ഇപ്പം നമ്മൾ ഈ വെളിച്ചത്തെക്കുറിച്ച് പറയുവാണ്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ നല്ല രുചികരമായ ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമും എല്ലാം വച്ചിട്ടുണ്ട്. പക്ഷെ കരണ്ടില്ല, ഇരുട്ടാണ്. ഈ മേശയിലുണ്ടെന്നറിയാം, എവിടെയോ ഉണ്ടെന്നറിയാം. നല്ല രുചിയുള്ള ബിരിയാണി ഉണ്ട്, അതിനാവശ്യമായ കറികളുണ്ട്, എല്ലാ ഭക്ഷണവും ഈ മേശയിലുണ്ടെന്നറിയാം. പക്ഷെ കൂരിരുട്ടാണ്. എല്ലാം കൺമുമ്പിലുണ്ടേലും ഒന്നും എവിടെയാണെന്നറിയത്തില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് വെളിച്ചം വന്നാലോ എവിടെയാ ഇരിക്കേണ്ടത്, എനിക്കുള്ള ഭക്ഷണം എവിടെയായിരിക്കും, എനിക്കുള്ള കറികൾ പെട്ടെന്ന് കാണാൻ പറ്റും. ഇനി ഇരുട്ടത്ത് കിടന്ന് തപ്പിത്തടഞ്ഞാലോ പലതും നമ്മുടെ കൈ തട്ടി മറിഞ്ഞു പോകും. അതാ പലർക്കും പറ്റിയിട്ടുള്ളത്. ഇരുട്ടത്ത് കിടന്ന് ചിലതൊക്കെ എടുക്കാൻ നോക്കും. അപ്പോൾ നമുക്കുള്ളതുപോലും നമ്മുടെ കൈ തട്ടി മറിഞ്ഞു പോകും. നമ്മുടെ കയ്യിൽ നിന്ന് വീണ് ചിലത് നിലത്ത് വീണ് പൊട്ടിപ്പോകും. എല്ലാം ഡിസോർഡർ ആകും. വെളിച്ചമുണ്ടെങ്കിൽ എനിക്കുള്ളത് എനിക്ക് വേണ്ടി നിരത്തി വച്ച ഭക്ഷണം കാണാൻ പറ്റും എന്നതുപോലെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നന്മകൾ ഈ വെളിച്ചം വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും. എന്തു ചെയ്യണം, ഏത് വഴിക്ക് നീങ്ങണം, ഏത് രാജ്യത്ത് പോകണം, ഏത് ജോലി ചെയ്യണം, എന്തു പഠിക്കണം, ഏത് സ്ഥലത്തേക്ക് പോകണം, നിങ്ങളുടെ കൺമുമ്പിൽ ഈ വെളിച്ചം കാണിച്ചു തരും. എന്താ ചെയ്യേണ്ടത്, എന്താ എടുക്കേണ്ടത്. ഇരുട്ടിൽ കിടന്ന് തപ്പിത്തടയരുത്. നമുക്കുള്ളതുപോലും ചിലപ്പോൾ നമ്മളുടെ തന്നെ കൈതട്ടി താഴെ പോയി ചെതറിപ്പോകും, ഡിസോർഡറായി പോകും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് നമുക്ക് ഈ വെളിച്ചം വേണം, എന്നാലേ നമുക്കുള്ള ദൈവം വച്ചിരിക്കുന്ന നന്മകൾ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്കുള്ള ശുശ്രൂഷയുണ്ട്, നമുക്കുള്ള അഭിഷേകമുണ്ട്, നമുക്കുള്ള ജോലിയുണ്ട്, നമുക്കുള്ള വീടുണ്ട്, നമുക്ക് നന്മകളുണ്ട്. നമ്മുടെ മുമ്പിൽ ഇരുട്ടാണ്. ഇരുട്ടിൽ കിടന്ന് തപ്പിത്തടയരുത്. അതെല്ലാം ഡിസോർഡർ ആകും. നമുക്ക് ദൈവം നൽകുന്ന ഈ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് വെളിച്ചം തരും. അതാണ് പറഞ്ഞത്, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ആമേൻ. ഒരു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നത് ആത്മാവും ജീവനുമാണ്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ വചനം ശ്രവിക്കുന്ന നമ്മളെ ഓർത്ത് സന്തോഷിക്കും. കാരണം ദൈവവചനമാകുന്ന വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം അനേകർക്ക് ഗുണമുള്ള ഒരു വെളിച്ചമായി മാറും. ആമേൻ. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറുന്ന വെളിച്ചമായിരിക്കും നിങ്ങളുടെ സാന്നിധ്യം പോലും. കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവവചനം അതൊരു ആമുഖം പോലെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ് 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ഇത് നമ്മളൊരു പ്രസംഗമായിട്ടല്ല
ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പ്രാർത്ഥനയായിട്ടാണ്. ഒരുപക്ഷെ കേൾക്കുന്ന നിങ്ങൾ കുറച്ചു പേരെ ഉള്ളെങ്കിലും ഈ വചനം നിങ്ങളിലൂടെ അനേകരുടെ അടുത്ത് എത്താൻ പറ്റണം. ഒരാളുടെ ജീവിതം എപ്പോഴാണ് ഏറ്റവും വലിയ പരാജയമാകുന്നതെന്നറിയാമോ? ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എഴുതിയിട്ടുണ്ട്, ഒരു ഫ്ലെക്സിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, എത്ര വയസ്സായി നിങ്ങൾക്ക്? ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ പ്രായം ചിന്തിക്കും. താഴെ എഴുതിയിട്ടുണ്ട്, ഈ കണ്ട പ്രായം വരെ ജീവിച്ചിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ എത്ര പേരോട് പറഞ്ഞു? എത്ര പേരെ ക്രിസ്തുവിനായി നിങ്ങൾ നേടിയിട്ടുണ്ട്? ആരെ നേടിയിട്ടില്ലേ? നിങ്ങളുടെ ജീവിതം പരാജയമാണ്. നിങ്ങൾക്ക് ഒരാളോടെങ്കിലും യേശുവിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ എത്ര ഡിഗ്രിയുള്ള ആളാണെങ്കിലും ഏത് പദവിയിലുള്ള ആളാണെങ്കിലും ദൈവസന്നിധിയിൽ പരാജയമാണ്. നമ്മുടെ ജീവിതം നമ്മളിലൂടെ അനേകർ ദൈവത്തെ അറിയാൻ ദൈവത്തെ കൊടുക്കേണ്ട വെളിച്ചങ്ങളാണ് നിങ്ങൾ. ഇരുട്ട് കൊടുക്കേണ്ടവരല്ല, വെളിച്ചം കൊടുക്കേണ്ടവരാണ്. ക്രിസ്തുവിനെ പറ്റി പറയാൻ പറ്റുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ പറ്റി പറയാത്തതും തെറ്റാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായമാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. മുഴുവൻ എടുത്ത് പ്രസംഗിക്കുന്നില്ല, പക്ഷെ അതിനകത്തെ പ്രസക്ത ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അതിനാധാരമായി ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. ഒരുപാട് ജനങ്ങൾ ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു അതിനുശേഷം ആ ജനങ്ങളെയെല്ലാം പ്രാർത്ഥനയ്ക്ക് ശേഷം പിരിച്ചുവിട്ടു, പൊക്കോളാൻ പറഞ്ഞു. അവരവരുടെ വീടുകളിലേക്കും നാടുകളിലേക്കും പറഞ്ഞു വിട്ടു. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. ശിഷ്യന്മാർ വഞ്ചിയിൽ കയറി, വള്ളത്തിൽ കയറി മറുകരയിലേക്ക് ലക്ഷ്യമാക്കി ഈ വള്ളം തുഴഞ്ഞു പോകുമ്പം അപ്രതീക്ഷിതമായ തിരമാലകളും കൊടുങ്കാറ്റും അസ്വസ്ഥതകളും ഭയവും ഉത്കണ്ഠയും അവരുടെ ജീവിതത്തിൽ വന്നു. ശിഷ്യന്മാർ ഭയന്ന് അലറിക്കാറി. അപ്പോൾ ഓർക്കണം, നടുക്കടലിൽ വിളിച്ചു കാറിയാൽ ഓടി വരാൻ ഒരാളുമില്ല, സഹായിക്കാൻ ഒരു മനുഷ്യനില്ല, കാണാൻ ഒരു കണ്ണുകൾ പോലുമില്ല. ചുറ്റോട് ചുറ്റും ഇരുട്ടും കാണുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളവുമാണ്. അതാണെങ്കിൽ ഉയർന്ന തിരമാല, ആകെ അസ്വസ്ഥത. അവർക്ക് ഇങ്ങനെ ചിന്ത വന്നു, നമ്മൾ ഈ വെള്ളത്തിൽ, ഈ കൊടുങ്കാറ്റിൽ, ഈ തിരമാലയിൽ വള്ളം മറിഞ്ഞ് മരിച്ചു പോകത്തേ ഉള്ളൂ, എല്ലാം കൈവിട്ടു പോയി എന്ന് ചിന്തിച്ച സമയത്ത് യേശു മലയിൽ നിന്നിറങ്ങി വന്ന് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് അവർ പ്രതിസന്ധിയിലായിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വന്നു. അതാണ് 30-ാമത്തെ വാക്യം. 29-ാമത്തെ വാക്യം, പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി. 27-ാമത്തെ വാക്യം, ഉടനെ യേശു അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ഈ കാര്യം ഒന്ന് മനസ്സിൽ കണ്ടേ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് യേശു ആരാണ്. പ്രതിസന്ധിയിൽ നടുക്കടലിൽ കിടന്ന ശിഷ്യന്മാർ കരഞ്ഞ്, എൻ്റെ ജീവിതം ഈ വെള്ളത്തിലും തിരമാലയിലും ഈ പ്രതിസന്ധിയിൽ തകർന്നു പോകുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യേശു അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇന്ന് ഈ പ്രസംഗം, ഈ പ്രഭാഷണം, ഈ ആശയം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങളുടെ അടുത്തേക്ക് യേശു നടന്നു വരും. ആമേൻ. യേശു നിന്റെ അടുത്തേക്ക് നടന്നു വരും. നിനക്ക് വിശ്വാസത്തിൻ്റെ ഒരു കണ്ണുണ്ടെങ്കിൽ നിന്റെ അടുത്തേക്ക് വരുന്ന ദൈവത്തെ നീ കാണും. ആമേൻ. രോഗമായി വിഷമിച്ചിരിക്കുന്ന, രോഗം കൊണ്ട് പൊറുതിമുട്ടിയ ഒരാളെ നോക്കി യേശു പറയും, നിന്റെ അടുത്തേക്ക് ഞാൻ വരും. കടബാധ്യതയിൽ കിടന്ന് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ തപ്പിത്തടയുന്ന കൂരിരുട്ടിൽ കിടന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളോട് ആ അവസ്ഥയിലേക്ക് യേശു നടന്നു വരും നിന്റെ അടുത്തേക്ക്. നിന്റെ കുടുംബ പ്രശ്നം ആര് പരിഹരിക്കും? എങ്ങനെ പരിഹരിക്കും? യേശു ആ പ്രശ്നം പരിഹരിക്കാൻ നിന്റെ അടുത്തേക്ക് വരും. യേശു നിന്റെ അടുത്തേക്ക് വരുന്നു. യേശു നിന്റെ അടുത്തേക്ക് വരുന്നു. യേശു നിന്റെ അടുത്തേക്ക് വരുന്നു. നീ പറയുന്നു എൻ്റെ ജീവിതം അവസാനിച്ചു. അല്ല, യേശു നിന്റെ അടുത്തേക്ക് വരുന്നു.
ദൈവം നിന്റെ അടുത്തേക്ക് വരുന്നു. അതാണ് ഈ വചനത്തിൽ കാണുന്ന ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യം. 26-ാമത്തെ വാക്യം, അവൻ കടലിനു മീതെ നടന്നു വരുന്നത് കണ്ട് അവന്റെ നേരെ ഒരാൾ പോലും സഹായിക്കാൻ ഇല്ലാത്തൊരു സ്ഥലത്ത് അവരെ സഹായിക്കാൻ ദൈവം നേരിട്ടിറങ്ങി വന്നു. എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത സ്നേഹിക്കുക മാത്രമല്ല, സ്നേഹിക്കുന്നവരെ അറിഞ്ഞു സഹായിക്കും. അറിഞ്ഞു സഹായിക്കും. നിങ്ങളുടെ മുഖത്ത് നോക്കി ഈ വചനം എനിക്ക് മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിച്ചതിനെ ഓർത്ത് സന്തോഷമുണ്ട്. കാരണം ഈ ഒറ്റപ്പെട്ട തുരുത്തികളിൽ ഇരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റും. യേശു നിന്റെ അടുത്തേക്ക് നടന്നു വരും. ഈ നടന്നു വരുന്നത് കണ്ടിട്ട് പത്രോസ് പറഞ്ഞു, ഇതാ പിശാച് വരുന്നു, ഇതാ ഭൂതം വരുന്നു. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ഭൂതത്തിന് എൻ്റേതുപോലെ കയ്യും കാലും മുഖവും ഒന്നും ഇല്ലല്ലോ, എന്നെപ്പോലെ ശരീരമില്ലല്ലോ, ഇത് ഞാനാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പത്രോസ്ലീഹ പറഞ്ഞു, അങ്ങാണെങ്കിൽ എന്നോട് പറ, ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നു വരട്ടെ, ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ. ഇനി ഏറ്റവും പ്രസക്തമായൊരു വാക്യമാണ് 31-ാമത്തെ വാക്യം. അത് വായിച്ച് കേൾക്കേണ്ട മാത്രം വാക്യമല്ല, അത് കാണേണ്ട ഒരു വാക്യമാണ്. 31-ാമത്തെ വാക്യം, ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. യേശു കൈ ഇങ്ങനെ നീട്ടി അവനെ ചേർത്തു പിടിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നിങ്ങൾക്കിത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ചിലർ അനുഭവിച്ച ഭാഗമാണ്. ആത്മഹത്യക്ക് ഒരുങ്ങി കയറെടുത്ത് കഴുത്തേലിടാൻ വരെ ഒരുങ്ങിയവർ വരെ അവരോട് പറഞ്ഞു, ഈ സുവിശേഷം, ഇതാ നിന്റെ നേരെ ഒരു ദൈവം വരുന്നു, നിന്റെ നേരെ വരുന്നവൻ നിന്നെ ചേർത്ത് പിടിക്കുന്നു, അവനാ കയറ് തട്ടി മാറ്റും, അവനാ മരണമെന്ന കാഴ്ചപ്പാട് മാറ്റും, ജീവിക്കാനുള്ള കൊതിയോടെ മുന്നോട്ട് നീങ്ങും. യേശു അവനെ ചേർത്ത് പിടിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട്, നിന്നോട്, നിന്റെ കുടുംബത്തോട് ഇത് വചനം പറയുകയാണ്. യേശു കൈ നീട്ടി നിന്നെ പിടിക്കും. യേശു കൈ നീട്ടി നിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കും. യേശു കൈ നീട്ടി നിന്റെ തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങിയ ജീവിതത്തെ ചേർത്ത് പിടിക്കും. ആരെയാ ചേർത്ത് പിടിച്ചെന്നറിയാമോ? മുങ്ങിത്താഴാൻ തുടങ്ങിയ പത്രോസിനെ. അതിൻ്റെ മുകളിൽ ഒരു വാക്യമുണ്ട്, 30-ാമത്തെ വാക്യം, കാറ്റ്, കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയപ്പെട്ടു. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട്. നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഭയപ്പെട്ടത്? ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അസ്വസ്ഥതകളെ കണ്ട് ഭയപ്പെട്ടവരായിരിക്കും നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ ഭാവിയെ കണ്ട്, അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത, അവരുടെ ജീവിത രീതി, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ദൈവത്തോട് ബന്ധമില്ല, ഇതെല്ലാം കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗത്തെ ഓർത്ത് നിങ്ങൾ ഭയപ്പെട്ടവരാണോ? ഇതാ ദൈവം കൈ നീട്ടി നിന്നെ ചേർത്ത് പിടിക്കുന്നു. എന്ത് കണ്ടാണോ ഭയപ്പെട്ടത്, അവിടെ മുങ്ങിത്താണ് പോകാൻ ദൈവം സമ്മതിക്കത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. യേശു കൈ നീട്ടി അവനെ ചേർത്ത് പിടിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കണ്ണുകളെ ഒന്ന് അടച്ച് നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു ബലമുള്ള കൈ ഒന്ന് കാണാമോ? യേശു നിന്റെ നേരെ ഇങ്ങനെ കൈ നീട്ടി നിന്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്നത്. നീ ഒരു വലിയ കേസിലും വലിയൊരു പ്രതിസന്ധിയിലും എല്ലാവരും ശത്രുക്കൾ, ആരും ഒന്നും മൈൻഡ് ചെയ്യാൻ പോലും ആരുമില്ല, ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല, ആകെ ജീവിതം എവിടെയൊക്കെയോ മുങ്ങിത്താഴുന്നത് പോലെ ഇതാ യേശു നിന്റെ നേരെ കൈ നീട്ടി ചേർത്ത് പിടിക്കുന്നു. യേശു നിന്നെ ചേർത്ത് പിടിക്കുന്നു. യേശു നിന്റെ മക്കളുടെ ഭാവിയെ ചേർത്ത് പിടിക്കുന്നു. യേശു നിന്റെ കുടുംബ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്നു. യേശു നിന്റെ പ്രാർത്ഥനാ നിയോഗത്തെ ചേർത്ത് പിടിക്കുന്നു. യേശു നിന്റെ ആരോഗ്യത്തെ ചേർത്ത് പിടിക്കുന്നു. യേശു നിന്റെ കടബാധ്യതയെ ചേർത്ത് പിടിക്കുന്നു. യേശു നിന്റെ അസ്വസ്ഥതകളെ, ടെൻഷനെ, നിരാശയുള്ള നിന്റെ മനസ്സിനെ ചേർത്ത് പിടിക്കുന്നു. ചേർത്ത് പിടിക്കുന്നു. ചേർത്ത് പിടിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് ഒന്ന് മനസ്സിൽ കാണുക, നിന്റെ നേരെ നടന്നു വരുന്ന ഒരു യേശു. നിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന. എവിടെയാ പ്രശ്നം, പ്രതിസന്ധി, കൊടുങ്കാറ്റ്, വഴക്ക്, സമാധാനമില്ല,
ആകെ കൂരാക്കൂരിരുട്ട് മുങ്ങിത്താഴുന്നത് പോലെ, തകർന്നടിയുന്നത് പോലെ. ഇതൊന്നും സംഭവിക്കത്തില്ലെന്നേ. ഒരു ദൈവം, ഞാനും നിങ്ങളെ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു നിന്റെ തകർന്ന സാഹചര്യത്തിലേക്ക്, നിന്റെ വെല്ലുവിളിയിലേക്ക്, നിന്റെ പ്രയാസത്തിലേക്ക്, നഷ്ടത്തിലേക്ക്, കടബാധ്യതയിലേക്ക്, വെല്ലുവിളിയുള്ള സാഹചര്യത്തിലേക്ക്, ഒറ്റപ്പെട്ട തുരുത്തിലേക്ക്, ഒറ്റപ്പെട്ട കൂരിരുട്ടിലേക്ക് നടന്നു വരുന്നു. അതിനുശേഷം എന്തിന് നടന്നു വന്നു? നിന്നെ ചേർത്ത് പിടിക്കാൻ. ദൈവം ചേർത്ത് പിടിക്കുമ്പോൾ നിന്റെ രോഗങ്ങൾ സൗഖ്യമാകും, നിന്റെ മനസ്സിനകത്തെ നിരാശ മാറും, നിന്റെ കുടുംബത്തിന്റെ അസ്വസ്ഥതകൾ മാറും, ഇരുട്ട് മാറും, ബന്ധനങ്ങൾ അഴിയും, അത്ഭുത രോഗശാന്തികൾ സംഭവിക്കും, ദൈവകൃപയുടെ അഭിഷേകം പകരപ്പെടും. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് വിശ്വാസത്തിൽ അതിനെ കൈക്കൊണ്ടുകൊണ്ട്, എവിടെ വചനം വിശ്വാസത്തിൽ സ്വീകരിക്കുന്നുവോ അവിടെ അത്ഭുതമുണ്ട്. എവിടെ വചനം വിശ്വാസത്തിൽ സ്വീകരിക്കുന്നുവോ അവിടെ വിടുതലുകൾ സംഭവിക്കും. ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിയോഗ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിയോഗ ഗാനം ചേർന്ന് പാടി ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. വചനത്തോട് ചേർത്ത് വെച്ച്, വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങളെല്ലാം സകല വിശുദ്ധരുമേ സാധ്യമാക്കണമേ, സാധ്യമാക്കിയിടണമേ. വചനത്തോട് ചേർത്ത് വെച്ച് പാടാമോ? വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗമെല്ലാം, ഈ നിയോഗങ്ങളായി സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകിടണേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ്. വെഞ്ചരിച്ച തിരി അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകി പ്രാർത്ഥനകളുടെ കൈകളിലെടുക്കാം. ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് 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 സാധിച്ചു തരണമേ. 3 നിയോഗത്തെ ഞാൻ മനുഷ്യന്മാരുടെ കയ്യിലല്ല, സർവശക്തനായ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ഞാൻ സന്തോഷത്തോടെ വീട്ടിലോട്ട് പോവുക. എനിക്ക് വരും ദിവസങ്ങളിൽ ഈ അടയാളം കാണണം. ഈ അനുഗ്രഹ ആലയത്തിൽ വന്നിട്ട് എനിക്ക് അനുഗ്രഹത്തോടെ ഒരു സാക്ഷ്യം പറയാൻ പറ്റണം. നിങ്ങൾ അനേകരോട് വിളിച്ചു പറയണം നിയോഗ പ്രാർത്ഥനയിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈശോയിലേക്ക് നോക്കി എല്ലാവരും അധരം തുറന്ന് യേശുവേ എന്ന് മാത്രം വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, യേശുവേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ.